ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണം എന്താണെന്ന് അറിയാമോ? ഒരു പോർക്ക് വീന്താലുമാണ്. പോർക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു വീന്താലു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ പോർക്കാണ് കേട്ടോ. അത് കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്പം നെയ്യും ഉണ്ട്, അതിൻ്റെ മീറ്റും ഉണ്ട്. അങ്ങനെ എടുത്തിരിക്കുന്നത്. അത് വലിയ പീസായിട്ടാണ് ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെന്ന് പറയാനായിട്ട്, ഇതിന് നമ്മൾ ഇവിടെ മുളകിൻ്റെ കളർ അധികം കാണുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മുളക് പൊടി വളരെ കുറവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിന് എരിവിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിയും പച്ചമുളകുമാണ്. അപ്പോൾ പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ഇവിടെ പൊടിച്ച പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ പൊടികളെല്ലാം ഈ പോർക്കിറച്ചിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്യണം. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ കറി റെഡിയാക്കുന്നത്. ഓക്കെ, അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 2 സവാളയാണ്. വലിയ സവാള 2 എണ്ണം നൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 പച്ചമുളക്, അത് അധികം വലിയ മുളകല്ല, ഉണ്ടമുളകാണ്, എരിവുള്ള മുളക് തന്നെയാണ്. 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തുടം വെളുത്തുള്ളി, അത് ഒരുവിധം വലിയ തുടം വെളുത്തുള്ളി ആയിരുന്നു. അപ്പോൾ വെളുത്തുള്ളി ഇത്തിരി അധികം എടുക്കണം ഈ കറിക്ക്. പിന്നെ മുരിങ്ങാത്തൊലി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം, അധികം വലുതല്ല എന്നാലും ഒരു മീഡിയം കഷ്ണം മുരിങ്ങാത്തൊലി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മുരിങ്ങാത്തൊലി, കടുക് പരിപ്പ് ഇതെല്ലാം കൂടി വിനാഗിരിയിൽ കുതിർത്ത് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കും. അതരച്ചാണ് ഈ പച്ചമുളക് എല്ലാം അരച്ചാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിത് അരക്കാനുള്ളതാണ്. കൂടാതെ ഒരു 4-5-6 പട്ട, ഒരു ബേ ലീഫ്, ഒരു 3-4 ഏലക്ക, 2-3 കഷ്ണം പിന്നെ നമ്മുടെ ജാതിപത്രി, കറയമ്പ്, 5-6 കറയമ്പ്, ഇതെല്ലാം കൂടി ഒന്ന് ആദ്യം പൊട്ടിക്കാനുള്ളതാണ്. അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം കുറുക്കൻ തേങ്ങാപ്പാൽ, അതായത് 1-ാം പാൽ, അതല്പം എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. വിനാഗിരിയിൽ കൊത്താണ് ഇതെല്ലാം അരക്കുന്നത്. അപ്പോൾ നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കാൻ പോയാണ്. ഇപ്പോൾ ചട്ടിയിലാണ്, മൺചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാനിട്ടുണ്ട്. നമുക്ക് ഈ പട്ട, കറയമ്പ്, ഏലക്ക, ബേ ലീഫ് എല്ലാം ഒന്നിട്ട് പൊട്ടിക്കാം. നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും ബാക്കിയുള്ളതെല്ലാം നമ്മൾ അരപ്പാക്കിയാണ് ഇടുന്നത്. സവാള ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ സവാള ഒരു ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരപ്പിക്കണമെന്നൊന്ന് റെഡി ആകാനുണ്ട്. അപ്പോൾ ഇതാണ് അരച്ചെടുത്ത അരപ്പ്. ഇതിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മുരിങ്ങാത്തൊലി, കടുക് പരിപ്പ്, ഇത്ര സംഭവങ്ങൾ വിനാഗിരിയിൽ കുതിർത്ത് അരച്ചതാണ് കേട്ടോ. വിനാഗിരി ഒഴിച്ചാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ കിടന്നൊന്ന് റെഡി ആവട്ടെ. എന്നിട്ട് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പോർക്കിറച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് പോർക്കിറച്ചി ഇട്ട് കൊടുക്കാം. ഇത് മാരിനേറ്റ് വെച്ചിട്ട് അരമണിക്കൂർ അധികമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും പൊടികളെല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ നെയ്യുരുക്കി തന്നെ വെള്ളം ഇറങ്ങും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് റെഡി ആവട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കറി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ആയിട്ടോ. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല, അല്ലാതെ തന്നെ ഇത് നെയ്യുരുകി ആ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടില്ല, എന്നാലും ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ കറി പോർക്കിറച്ചി നമുക്ക് നോക്കാം. പോർക്കിറച്ചി ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജായി, വെന്തിട്ടുണ്ട്. ഞാൻ നോക്കിയായിരുന്നു, വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. ഇത് പോർക്കിൻ്റെ നെയ്യുരുകി തന്നെ വന്ന വെള്ളമാണ്. അപ്പോൾ ഒരു 40 മിനിറ്റോളം ഞാൻ ഇതിങ്ങനെ ചെറുതീയിലിട്ട് റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ പോർക്കിറച്ചിയും താറാവിറച്ചിയൊന്നും ഞാൻ കുക്കറിലിടാറില്ല, ഇങ്ങനെ തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാലുണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇങ്ങനെ തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഇത് ടൈറ്റാവും കറി. അങ്ങനെ നമ്മുടെ പോർക്ക് വീന്താലു റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു, പോർക്ക് വീന്താലു. സൂപ്പർ കറിയാണ് കേട്ടോ. ചേരേണ്ടതൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല ഉഗ്രം ടേസ്റ്റാണ്. കടുവരിപ്പും മുരിങ്ങാത്തൊലി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരച്ച് റെഡിയാക്കിയ ഒരു കറിയാണ്. വിനാഗിരിയിൽ കൂത്ത് അരച്ച് റെഡിയാക്കിയ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എന്നോട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബായ്.